സർക്കിൾ ഓഫീസ് 12 PM. ഫോക്സ് ട്രൈഡറുടെ കോളറിന് ശേഷമുള്ള ഭാഗങ്ങൾ തുടരുന്നു. ഫോൺ കട്ട് ചെയ്ത് സൈലന്റ് മോഡിലേക്ക് ഇട്ടുകൊണ്ട് മാത്യൂസ് തൻ്റെ കസേരയിലിരുന്നു. സോ മിസ്റ്റർ വാൾട്ടർ, ഇപ്പോൾ വന്ന ആ കോളിൽ ആരോ എന്നെക്കുറിച്ച് സംസാരിച്ചല്ലോ. ആരായിരുന്നു അത്? വാൾട്ടറുടെ കണ്ണുകൾ കുറുകിയിരുന്നു അത് ചോദിച്ചപ്പോൾ. താങ്കളെക്കുറിച്ചാണെന്ന് എങ്ങനെ മനസ്സിലായി? ഓ, എനിക്കതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും മാത്യൂസ്. 6th സെൻസ് ആണ്. മാത്യൂസ് ഒന്നും മിണ്ടാതെ വാൾട്ടറുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഓക്കെ, അതെല്ലാം പോട്ടെ. എനിക്കറിയാം മാത്യൂസ് എന്നോട് ഒരിക്കലും സത്യം പറയാൻ പോകുന്നില്ല. നമ്മൾ രണ്ടുപേരും നല്ല ബെസ്റ്റ് നടന്മാരാണ്. എന്താണ് താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം? ഞാനൊരു ക്രിമിനലാണെന്ന് തോന്നുന്നുണ്ടോ മാത്യൂസിന്? താങ്കൾ വളരെ ഷാർപ്പാണ്, ഒരു കുറുക്കനെ പോലെ കൗശലക്കാരൻ. അതെനിക്ക് നേരത്തെ മനസ്സിലായതാണ്. പക്ഷേ നിങ്ങളെൻ്റെ ഈ ജൂറിസ്ഡിക്ഷനിൽ നിന്നുകൊണ്ട് ഇല്ലീഗലായി ഒന്നും ചെയ്യാത്തിടത്തോളം കാലം താങ്കൾ ഒരു ക്രിമിനലാണെന്ന് ഞാൻ പറയുന്നത് എങ്ങനെ? അപ്പോൾ എൻ്റെ പുറകെ രഹസ്യമായി ഈ പോലീസിനെ വിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം? ഞാൻ എയർപോർട്ട് മുതൽ ശ്രദ്ധിക്കുന്നതാണ്. എവിടെ തിരിഞ്ഞാലും അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഹോട്ടലിലും ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയിലും വരെ ഒരാൾ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഞാൻ അറിയുന്നില്ല എന്നാണ് വിചാരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മാത്യൂസ്. ഇത്ര വിദഗ്ധമായി അണ്ടർ കവർ പോലീസുകാരെ സ്പോട്ട് ചെയ്യാമെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും ഒരു ക്രിമിനൽ ബുദ്ധി കാണണമല്ലോ. മാത്യൂസ് പുഞ്ചിരിച്ചു. ഓക്കെ, ഞാനെന്തായാലും പരിചയമില്ലാത്ത ഒരു നാട്ടിൽ വന്ന് അവിടുത്തെ പോലീസുകാരുമായി ഒരു പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു വിഷയം സംസാരിക്കാം. വാൾട്ടർ പെട്ടെന്ന് ഗൗരവത്തിലായി. മിസ്റ്റർ മാത്യൂസ്, മെത്തേൻഫെഡമീൻ എന്നൊരു ഡ്രഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ ഒരൊറ്റ വാക്ക് കേട്ടതും മാത്യൂസിന്റെ ശ്രദ്ധ മുഴുവനും വാൾട്ടറിലായി. അടുത്തു തന്നെ കേരളത്തിൽ പടരാനിരിക്കുന്ന ഒരു ദുരന്തമാണ് മിസ്റ്റർ മാത്യൂസ്. അതിനെപ്പറ്റി ഒരു മുന്നറിയിപ്പ് തരാൻ വന്നതാ ഞാൻ. നിങ്ങൾക്കെങ്ങനെ അറിയാം? മാത്യൂസ് തൻ്റെ കസേരയിലേക്ക് ഇരുന്നു. നോക്കൂ, നിങ്ങളെപ്പോലെയല്ല, ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. പരസ്പര വിശ്വാസത്തോടെ മുൻപോട്ട് പോയാൽ നമുക്ക് എന്തായാലും ഈ വിപത്തിനൊരു പരിഹാരമുണ്ടാക്കാനാകും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ കാര്യം പറയൂ. എൻ്റെ ഒരു പരിചയക്കാരൻ, നിങ്ങളറിയുന്ന ആളാണ്, മിസ്റ്റർ മിൽട്ടൺ ലൂയിസ്, ഇപ്പോൾ കേരളത്തിലുണ്ട്. ഞങ്ങൾ പഴയ പരിചയക്കാരാണ്. അയാൾ മാത്രമല്ല, ആ ഗ്യാങ് മുഴുവനും എനിക്കറിയാമായിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അയാളുടെ കൂട്ടാളികളെല്ലാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മരിച്ചുപോയി. ഇനി ഈ ഒരുത്തൻ മാത്രമേ ബാക്കിയുള്ളൂ. അവൻ്റെ കയ്യിലാണെങ്കിൽ ഈ സാധനം കിലോ കണക്കിന് സ്റ്റോക്കും. മാത്യൂസിൻ്റെ നെറ്റി ചുളിഞ്ഞു. അവനാണിതിൻ്റെ എല്ലാം പുറകിൽ. ആദ്യം അവൻ ഇത് ഗോവയിലെത്തിച്ചു. അവിടേക്കിനി ഒരു വലിയ ഷിപ്മെൻ്റ് ഉണ്ടാകും അടുത്തു തന്നെ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ ഈ സാധനം കേരളത്തിലും എത്തിച്ചു കഴിഞ്ഞു. ഇനി അവൻ്റെ അടുത്ത മാർക്കറ്റ് കേരളമാണ്. ഇതൊക്കെ നിങ്ങൾക്കെങ്ങനെ ഇത്ര കൃത്യമായി അറിയാം വാൾട്ടർ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പഴയ പരിചയക്കാരാണ്. അതൊന്നും ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഏത് വിധേയനെയും അവനെ സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ മിസ്റ്റർ മാത്യൂസ്, എൻ്റെ നാട്ടിൽ അവന് ക്യാൻസർ പരത്തിയതുപോലെ ഇവിടെയും. വാൾട്ടർ പല്ലുഞെരിച്ചു. സോളിഡായി എന്തെങ്കിലും തെളിവില്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാകും മിസ്റ്റർ വാൾട്ടർ? പിന്നെ ഇതൊക്കെ അയാളോടുള്ള വല്ല മുൻവൈരാഗ്യത്തിൻ്റെ പുറത്ത് താങ്കളുണ്ടാക്കിയ കഥയില്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? സത്യമാണ്, എനിക്ക് അയാളോട് മുൻവൈരാഗ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എനിക്കെന്ത് ചെയ്യാനാകും വാൾട്ടർ? അയാൾക്കെതിരായി എൻ്റെ കയ്യിലൊന്നുമില്ല എന്നു മാത്രമല്ല, ഇതുവരെ അയാളെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പോലും ആയിട്ടില്ല. തെളിവുണ്ടായിട്ട് എന്താ കാര്യം മാത്യൂസ്? അയാളെ ഇന്റർപോൾ കൊണ്ടുപോകും. സ്റ്റേറ്റ്സിൽ FBI കൈമാറും. അവർ അവനെ പ്രോസിക്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും സംഭവം തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ടാകും. പിന്നെന്താ ഒരു വഴി? അയാളെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ തന്നെ നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്യും. വേണ്ടി വന്നാൽ ഇന്റർപോളിന്റെ മേൽനോട്ടത്തിൽ. ഒരു പ്രയോജനവുമില്ല. റഷ്യൻ ഗവൺമെന്റ് വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നെന്താണ് നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത്? എങ്ങനെ എന്നോട് ചോദിക്കരുത്. എനിക്ക് അയാളെ സ്റ്റോപ്പ് ചെയ്യാനാകും എന്നേക്കുമായി. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്തു തന്നാൽ മതി. നിങ്ങൾ അയാളെ ലൊക്കേറ്റ് ചെയ്യുന്ന നിമിഷം എന്നെ ഒന്ന് വിളിച്ചറിയിക്കുക. ഞാൻ അയാളെ വന്ന് ഒന്ന് കണ്ട് സംസാരിക്കും. ഒരു 2 മിനിറ്റ്, അത്ര എനിക്ക് വേണ്ടു. നമുക്ക് ഈ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കാം. മനസ്സിലായില്ല? വീണ്ടും മാത്യൂസിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഒന്നും മനസ്സിലാക്കാനില്ല മാത്യൂസ്. ജസ്റ്റ് ലെറ്റ് മീ മീറ്റ് ഹിം ഫോർ 2 മിനിറ്റ്സ്. അത്രയും ചെയ്യാൻ പറ്റുമോ? എനിക്ക് ആലോചിക്കണം വാൾട്ടർ. നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ഹൈറാർക്കി എന്നൊരു സംഭവമുണ്ട്. എനിക്ക് മുകളിൽ ധാരാളം ഉദ്യോഗസ്ഥരുമുണ്ട്. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു ഇടപാടായിരിക്കും മാത്യൂസ്. വേറെ ആരും അറിയേണ്ട കാര്യമില്ല. ഐ ആം സോറി വാൾട്ടർ. ആലോചിച്ചേ മറുപടി പറയാനാകൂ. അങ്ങനെയാണെങ്കിൽ മാത്യൂസ് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ. ഇനി കഷ്ടപ്പെട്ട് നിങ്ങൾ എൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ പുറകെ വന്നോളാം. ട്രസ്റ്റ് മീ മാത്യൂസ്.
ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ ഇന്ത്യ വിടില്ല. അയാളുടെ സ്വരം രൂക്ഷമായിരുന്നു. വാൾട്ടർ. മാത്യൂസ് ശാന്തനായി അയാൾക്കരിയിലേക്ക് കുനിഞ്ഞു. ഒരു പോലീസ് ഓഫീസറുടെ മുന്നിലിരുന്ന് വെല്ലുവിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു പരിചയമില്ലാത്ത സ്ഥലമാണ്, പോലീസുകാരുമായി പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ലെന്നൊക്കെ. മാത്യൂസിനുണ്ടായ ഭാവമാറ്റം ആ മുറിയിലാകെ അസുഖകരമായ ഒരു നിശബ്ദത സൃഷ്ടിച്ചു. നിങ്ങൾ സ്മോക്ക് ചെയ്യുമോ? വാൾട്ടർ പെട്ടെന്ന് വിഷയം മാറ്റി. ഇല്ല. മാത്യൂസ് ഗൗരവം വിട്ടില്ല. ഞാനൊന്ന് സ്മോക്ക് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? ഉണ്ട്. പബ്ലിക് പ്ലേസ് ആണ്. കേരളത്തിൽ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ മാത്യൂസിനെ അപ്സെറ്റ് ചെയ്തു എന്നെനിക്ക് മനസ്സിലായി. ഇനി ഞാൻ കൂടുതൽ ഇരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർത്താൽ നല്ലത്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നിങ്ങൾ അഭിമാനം കൊള്ളുന്ന ഈ നാട് ചെകുത്താന്റെ പിടിയിലാവുന്നത് കാണാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല മിസ്റ്റർ മാത്യൂസ്. അയാൾ എഴുന്നേറ്റ് വാതിലിന് നേരെ നടന്നു. 1 മിനിറ്റ്. മാത്യൂസിന് പെട്ടെന്ന് ഓർമ്മ വന്നു. താങ്കളുടെ മൊബൈൽ നമ്പർ ഒന്ന് തരൂ, എനിക്ക് പിന്നീട് ബന്ധപ്പെടണമെങ്കിൽ. വാൾട്ടർ അതൊരു പേപ്പറിൽ കുറിച്ചുകൊണ്ട് വന്നിരുന്നത് കൈമാറി. മാത്യൂസ് അത് ഫോണിലേക്ക് സേവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത് 8 മിസ്ഡ് കോളുകൾ. നോർത്ത് SI ശിവാനന്ദനാണ്. എന്തോ പ്രശ്നമുണ്ട്. വാൾട്ടർ, ഇനിയൊന്നുമില്ലല്ലോ? എനിക്ക് അത്യാവശ്യമായി ഒരു കോൾ ചെയ്യണം. മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാൾ ശിവാനന്ദനെ ഡയൽ ചെയ്തു. ഹലോ സാർ, സോറി തിരക്കായിരുന്നുവെന്നറിയാം, പക്ഷേ പറയടോ. വി ഹാവ് എ സിറ്റുവേഷൻ. ശിവന്റെ സ്വരത്തിലെ പതർച്ച വ്യക്തമായിരുന്നു. സാർ അത്യാവശ്യമായി സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരണം. കമ്മീഷണറെയും അറിയിക്കണം. ഇവിടെ ഒരു ഡ്രഗ് ഓവർഡോസ് കേസുണ്ട്. ഒരു 16 വയസ്സുള്ള പയ്യൻ. ഇന്ന് രാവിലെ കണ്ടില്ലേ ഒരു മെമ്പർ കുളത്തുമന, അയാളുടെ മകനാണ്. മൈ ഗോഡ്, 16 വയസ്സുള്ള കൊച്ചെങ്ങനെ ഡ്രഗ് ഓവർഡോസ് ആകുമോടോ? എന്താ താനീ പറയുന്നത്? എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്? മരിച്ചുപോയി സാർ. ശിവന്റെ സ്വരം ഇടറിയത് മാത്യൂസ് തിരിച്ചറിഞ്ഞു. അയാൾ മേശപ്പുറത്തെ ബെല്ലിൽ പല പ്രാവശ്യം കയ്യമർത്തി. സാർ. ശിവൻ ഫോൺ കട്ട് ചെയ്തിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ശരത് ഉണ്ട് കൂടെ. അയാൾ പറയുന്നത് ഏതോ പുതിയ ഡ്രഗാണെന്നാണ്. മെത്തേൻ ഫെഡമൈൻ ഓവർഡോസിന്റെ ലക്ഷണങ്ങളായിരുന്നു അത്രേ. ലാബ് ടെസ്റ്റ് നടക്കുകയാണ്. മാത്യൂസ് നടുക്കത്തോടെ വാൾട്ടറെ നോക്കി. അയാൾ മുറി വിട്ടു പോയിരുന്നില്ല. സാർ, ആ പയ്യന്റെ പാരൻസ് എത്തിയിട്ടുണ്ട്, ഞാൻ വെക്കട്ടെ. ശിവൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വാതിൽക്കൽ എത്തിയിരുന്നു. വണ്ടിയെടുക്കൂ, സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണം, അർജന്റാണ്. മാത്യൂസ് തന്റെ ഫോണിൽ കമ്മീഷണറുടെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് പറഞ്ഞു. മിസ്റ്റർ വാൾട്ടർ, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടേ? എന്തിനാ നിങ്ങൾ ഇനിയും ഇവിടെ തന്നെ നിൽക്കുന്നത്? അത് തുടങ്ങിക്കഴിഞ്ഞു അല്ലേ മാത്യൂസ്? മെത്ത് ലഹരി കേരളത്തിലെത്തിക്കഴിഞ്ഞു അല്ലേ? അയാളുടെ മുഖം ക്രുദ്ധമായിരുന്നു. ലോകം മുഴുവൻ ആ മുറിയിലേക്ക് ഒതുങ്ങിയ പോലെ തോന്നി മാത്യൂസിന്. ആരാണ് ഇയാൾ? നിങ്ങൾക്ക് മലയാളം മനസ്സിലാകുമോ? ആ ഫോൺ സംഭാഷണം നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, പക്ഷേ എനിക്ക് താങ്കളുടെ മുഖത്തെ ഭയം മനസ്സിലാകും. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സ്വാഭാവികമായും ഉണ്ടാകാനിടയുള്ള ഭയം. ആ സൺ ഓഫ് ബിച്ചിനെ എനിക്കൊന്ന് കാണിച്ചു തരൂ, എല്ലാം ഞാൻ അവസാനിപ്പിച്ചു തരാം. മിൽട്ടനെ കണ്ടുപിടിക്കാൻ താങ്കളെപ്പോലെ ട്വിസ്റ്റഡായി ചിന്തിക്കുന്ന ഒരാൾക്ക് എന്റെ സഹായം വേണമെന്ന് തോന്നുന്നില്ല. നേരെ മറിച്ച് അയാളെ പിടിക്കാൻ താങ്കളോട് സഹായം ചോദിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ് ഞാൻ. വാൾട്ടർ പൊട്ടിച്ചിരിച്ചു. അയാളെ ഞാൻ കണ്ടുപിടിച്ചാൽ അതോടെ താങ്കൾക്ക് ഈ ഫയൽ ക്ലോസ് ചെയ്യാം മിസ്റ്റർ മാത്യൂസ്. ചിരി തുടർന്നുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു. കരുത്തൻ, അതികായൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആ രാഷ്ട്രീയ നേതാവ് വേച്ചാണ് നടന്നു വന്നത്. തൊട്ടുപുറകിൽ കരഞ്ഞു തളർന്ന് അയാളുടെ ഭാര്യയും. ICUവിന്റെ വാതിൽക്കലെത്തി അകത്തേക്കൊന്ന് നോക്കിയതും അയാൾ കുഴഞ്ഞ് താഴേക്കിരുന്നു. ഓടിയെത്തിയ SI ശിവാനന്ദ് അയാളെ താങ്ങി തന്റെ നെഞ്ചിലേക്ക് ചേർത്തു. എനിക്കാകെ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ സാറേ. അയാൾ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞു. കണ്ടു നിന്നവരുടെ എല്ലാം കരളലിയിപ്പിക്കുന്നതായിരുന്നു ആ കാഴ്ച. അവിടെ ഒരു കൂട്ടക്കരച്ചിലുയർന്നു. ശിവ, ഡോക്ടർ ശരത്ത് വന്ന് ചെവിയിൽ മന്ത്രിച്ചു. ഒന്ന് സംസാരിക്കണം, വരൂ. കുറച്ച് ദൂരേക്ക് മാറി നിന്നാണ് അവർ സംസാരിച്ചത്. സംഭവം അതുതന്നെ, മെഥൈൻ ഫെഡമൈൻ. പക്ഷേ ഓവർ ഡോസായതല്ല. ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി പയ്യൻ വേറെ എന്തോ മിക്സ് ചെയ്താണ് വലിച്ചത്. എല്ലാം കൂടെ ശരീരത്തിനകത്ത് കയറി ടോക്സിക്കായി. മൊത്തം ബോഡി ഫെയിലായി. ഹാർട്ട് അറ്റാക്കാണ് മരണകാരണം. പിന്നെ ഞാനീ പറഞ്ഞതെല്ലാം ഓഫ് ദ റെക്കോർഡാണ്. നിങ്ങൾ നിങ്ങളുടെ ലാബിൽ വേറെ ടെസ്റ്റ് ചെയ്തോണം. പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാട് നോക്കണം. അവസാനം കഴിച്ച ഭക്ഷണം പോലെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയാൽ ഭാവിയിൽ നമുക്ക് ഇങ്ങനെ കേസ് വന്നാൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ശിവാനന്ദന്റെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു.
ഡോക്ടർ പറഞ്ഞത് മുഴുവനും ശ്രദ്ധിക്കാൻ അയാൾക്കായില്ല. ഇടയ്ക്കിടെ അയാൾ തിരിഞ്ഞ് ആ പയ്യൻ ജിജോയുടെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. ആ പാവ സ്ത്രീ വെറും നിലത്ത് കമിഴ്ന്നു കിടന്ന് ഉറക്കെ ഏങ്ങി കരയുകയാണ്. ശിവാനന്ദ് അതിലെ നടന്നുപോയ നേഴ്സിനെ വിളിച്ച് അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ശരത്, അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. CI ഇപ്പോൾ വരും. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കാഷ്വാലിറ്റി ഗേറ്റിൽ ക്യാമറ ഇല്ലേ? ഉണ്ടല്ലോ. ഡോക്ടർ ശരത് ഉടൻ തന്നെ ഒരു അറ്റൻഡറെ വിളിച്ച് ശിവനെ മീഡിയ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഏൽപ്പിച്ചു. മീഡിയ റൂം. സാർ, രാവിലെ 6:19 സംഭവം. ഒരു ബ്ലൂ ബെൻസ് C ക്ലാസ് കാറിലാണ് അവന്മാർ പയ്യനെ കൊണ്ടുവന്നത്. സെക്യൂരിറ്റി ഓഫീസർ ആ വീഡിയോ പ്ലേ ചെയ്തു. അത് കണ്ടോ? ഗേറ്റിലെ സെക്യൂരിറ്റി കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. അകത്തേക്ക് ഇടിച്ചു കയറ്റി കൊണ്ടുവന്ന് ബാക്കിലെ ഡോർ തുറന്ന് പയ്യനെ പുറത്തേക്ക് തള്ളിയിട്ട് അവിടെ ഇട്ട് തന്നെ തിരിച്ച് പാഞ്ഞുപോയി. വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നില്ല. കാറിന്റെ നമ്പറോ മോഡലോ ഒന്നും മനസ്സിലാക്കാനായില്ല. നിങ്ങൾ ആരെ ബോധിപ്പിക്കാനാ ഈ ക്യാമറ കുഴിച്ചിട്ടേക്കുന്നത്? ശിവാനന്ദ് അയാളോട് കയർത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആ ടേപ്പ് ഈ കോൺസ്റ്റബിളിനെ ഏൽപ്പിക്കണം. സാറേ, എല്ലാം പെട്ടെന്ന് നടന്നുകൊണ്ട് ഞങ്ങൾക്ക് നമ്പറൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ സെക്യൂരിറ്റി ഓഫീസർ വിക്കി. അവിടെ നിന്ന് പുറത്തിറങ്ങിയതും ശിവാനന്ദ് RT ഓഫീസിലേക്ക് വിളിച്ച് ബ്ലൂ കളർ ബെൻസ് കാറുകളുടെ ഒരു ലിസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു. എന്തു നീലയാ? കടും നീല, ഇളം നീല, അത് വല്ലതും ഓർമ്മയുണ്ടോ? അയാൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. കടും നീലയായിരുന്നെന്ന് തോന്നുന്നു സാർ. പുലർച്ചെയായെന്നുകൊണ്ട് കോപ്പന്മാര് സെക്യൂരിറ്റി എന്നും പറഞ്ഞിരിക്കുക. എന്തിനു കൊള്ളാവടോ തന്നെയൊക്കെ? ഉറക്കെ ആക്രോശിക്കുമ്പോഴും തന്റെ ദേഷ്യം അവരോടല്ല എന്നയാൾക്കറിയാമായിരുന്നു. മെത്തേൻഫെഡമീൻ, അതും തന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ. 10 മിനിറ്റിനുള്ളിൽ RT ഓഫീസിൽ നിന്നും വിളി വന്നു. എന്റെ സാറേ, 10-30 കാറുണ്ട്. നമ്പർ അറിയാമോ? ഒരു കോപ്പും അറിയില്ല. ആ ലിസ്റ്റൊന്ന് എനിക്ക് വാട്സാപ്പ് ചെയ്യാമോ? അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല സാർ. മിക്കതും പോണ്ടിച്ചേരി രജിസ്ട്രേഷനാ. നന്നായി. അയാൾ പല്ലു ഞെരിച്ചു. അപ്പോഴേക്കും മാത്യൂസിന്റെ ജീപ്പ് കോമ്പൗണ്ടിലേക്ക് കയറി വരുന്നത് കണ്ട് അയാൾ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. സംഭവം അത് തന്നെ സാർ, കൺഫേമായി. കമ്മീഷണർ വരില്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യം പറയൂ. പയ്യൻ മരിച്ചെന്നുറപ്പായോ? യെസ്, ബോഡി പുറത്തേക്കെടുത്തു. പോസ്റ്റ്മോർട്ടത്തിനുള്ള അറേഞ്ച്മെന്റ്സ് നടക്കുന്നു. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും? ഒരു നീല ബെൻസ് കാർ C ക്ലാസ്, അത്രയുള്ളൂ. അതിലാ പയ്യനെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയത്. നമ്പറോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും അറിയില്ല. CCTV? അതിനകത്തൊന്നും ഒരു കോപ്പുമില്ല. ജാംബവാന്റെ കാലത്തെങ്ങാണ്ടുള്ള സിസ്റ്റം. ഷെടാ, ഞാൻ നേരെ ആ പയ്യൻ പഠിച്ചായിരുന്ന സ്കൂളിലോട്ട് പോകുക. അവന്റെ ഫ്രണ്ട്സിനെ തപ്പണം. ബെൻസുള്ളവന്മാരെന്തായാലും അധികം കാണില്ലല്ലോ. വെരി ഗുഡ്, നടക്കട്ടെ. ഞാൻ പോയി അവന്റെ പാരൻസിനൊന്ന് കാണട്ടെ. മരിച്ച പയ്യന്റെ പേരെന്താന്നാ പറഞ്ഞ്? ജിജോ കുളത്തുമന. സാറാ കൊച്ചിന്റെ കിടപ്പൊന്ന് കാണണം. 16 വയസ്സെന്ന് പറയില്ല കണ്ടാൽ. ഒറ്റ മോനായിരുന്നു. തന്തേനെ പറഞ്ഞാൽ മതിയല്ലോ. നാട് നന്നാക്കാൻ ഓടിയപ്പോ സ്വന്തം വീട്ടിലെ കാര്യം നോക്കാൻ നേരം കിട്ടിക്കാണില്ല. താനെന്നാ സ്കൂളിലേക്ക് ചെല്ല്. എന്താവശ്യമുണ്ടായാലും വിളിക്കാൻ മടിക്കണ്ട. താങ്ക് യു സാർ. പിന്നെ ആ മിൽട്ടനെ എന്ത് ചെയ്യാനാ തീരുമാനം? ചുമ്മാ അവന്റെ പുറകെ മണം പിടിച്ച് നടക്കുന്നേരം പൊക്കിയെടുത്ത് സ്റ്റേഷനിലിട്ട് ഒന്ന് നന്നായി പെരുമാറിയാലോ. അവനല്ല, അവന്റെ അപ്പനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള വഴിയുണ്ട് എൻ്റെ കയ്യിൽ. ശിവ, ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നും വിചാരിക്കരുത്. ഇങ്ങനെ ദേഷ്യപ്പെട്ട് എന്തു ചെയ്താലും അത് അവസാനം വലിയ അബദ്ധത്തിലേ ചെന്നവസാനിക്കും. കുറച്ചുകൂടി സംയമനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. താൻ ഉദ്ദേശിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. ഇന്ന് വാൾട്ടർ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നു? അയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യണം. ഇന്ന് വൈകിട്ട് കാണാം. സോറി സാർ. സാറ് മോളിൽ ചെന്ന് ആ പയ്യനെ ഒന്ന് കാണും. എന്റെ ദേഷ്യം എന്തിനെന്ന് സാറിന് അപ്പം മനസ്സിലാവും. എന്തായാലും ആ നായിന്റെ മനോരിക്ക് എന്റെ കൈ കിട്ടും. കേരള പോലീസ് എന്താന്ന് അവൻ അറിയും. വൈപ്പിൻ ഐലൻഡ് സോൺ, അന്നുച്ചയ്ക്ക്. ഹേയ്, സ്റ്റെല്ല ഉറക്കെ വിളിച്ചു. താങ്കളെ തന്നെ, ഓടരുത്. എനിക്കറിയാം നീ എന്നെ ഫോളോ ചെയ്യുകയാണെന്ന്. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ചെറുപ്പക്കാരൻ ഓടിമറഞ്ഞു. ഇവിടെ വന്നിറങ്ങിയ മുതൽ ഇങ്ങനെയാണ്. നിങ്ങൾക്കാരും ഒറ്റയ്ക്ക് നടക്കുന്നത് ഇഷ്ടമല്ലേ? എപ്പോഴും കൂട്ടിന് ആരെങ്കിലും വിടുമോ ഇതുപോലെ? അതോ ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള സ്പെഷ്യൽ സൗകര്യമാണോ? അവൾ ചിരിയോടെ ബിനീഷിനോട് ചോദിച്ചു. ബിനീഷ് രാമചന്ദ്രൻ വാൾട്ടർ കണ്ടുപിടിച്ച ഒരു ഗൈഡാണ്. രാവിലെ അവരെ ബിനീഷിനെ ഏൽപ്പിച്ച ശേഷമാണ് വാൾട്ടർ മാത്യൂസിനെ തേടിയിറങ്ങിയത്. അയാളുടെ കൂടെയാണ് സ്റ്റെല്ലയും മാർഗരറ്റും കൊച്ചി കാണാൻ ഇറങ്ങിയിരിക്കുന്നത്. വൈപ്പിൻ ഐലൻഡ് സോണിലെ ബോട്ട് യാത്രയ്ക്കായുള്ള ക്യൂവിലായിരുന്നു അവർ. കായലിനപ്പുറം ഫോർട്ട് കൊച്ചിയുടെ മനോഹര ദൃശ്യം അവളുടെ മനസ്സു കുളിർപ്പിച്ചു. പപ്പ കൂടെയില്ലാത്തത് ഒരു തരത്തിൽ നന്നായെന്ന് അവൾക്ക് തോന്നി. എങ്കിലും
ആരാ ഞങ്ങളെ ഈ ഫോളോ ചെയ്യുന്നതെന്ന് മിസ്റ്റർ ബിനീഷിന് അറിയുമോ? അവൾ വീണ്ടും ആ മധ്യവയസ്കന്റെ നേരെ തിരിഞ്ഞു. നോ സ്റ്റെല്ല, ഒക്കെ സ്റ്റെല്ലയുടെ തോന്നലാണെന്നാണ് എൻ്റെ അഭിപ്രായം. പപ്പ പറഞ്ഞില്ലേ പോലീസുകാരാണെന്ന്. അതിനെപ്പറ്റി ഒരു ഓഫീസറോട് സംസാരിക്കാനാണ് അദ്ദേഹം പോയിരിക്കുന്നത്, അമ്മ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്തിന്? നമ്മൾ എന്ത് ചെയ്തിട്ട്? അതൊക്കെ ഇന്ന് പപ്പ വരുമ്പോൾ മനസ്സിലാകും. പപ്പ വന്നാൽ കുറെ പുതിയ നുണകൾ കേൾക്കാം, അത്ര തന്നെ. എൻ്റെ പെൺകുട്ടി. മാഗി അവളുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു. നിനക്ക് നിന്റെ പപ്പയെ മനസ്സിലായിട്ടില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ ആ മനസ്സിൽ. അത് പ്രകടിപ്പിക്കാൻ അറിയില്ലെന്ന് മാത്രം. ഒരിക്കൽ നിനക്കത് മനസ്സിലാകും. സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറയുന്നതും ഒരാൾക്ക് 16 ഭാഷ അറിയാം പക്ഷെ ആൾ ഊമയാണെന്ന് പറയുന്നതും ഒരുപോലെ അമ്മ. ബിനീഷ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചുപോയി. മിസ്റ്റർ ബിനീഷിന് പപ്പ എത്ര വർഷമായി അറിയാം? ഇതാദ്യമായാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് സ്റ്റെല്ല. നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ലല്ലോ തോന്നിയത്. സത്യം പറയൂ, എൻ്റെ പപ്പ ഇതിനു മുൻപ് എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്? ഒരു ദീർഘനിശ്വാസമായിരുന്നു മറുപടി. ഞാനൊരു വിഡ്ഢിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാവരും, അല്ലേ? ഒരു കാര്യം ചിന്തിച്ചുകൂടെ? ആ മനുഷ്യന്റെ മകളായി എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അല്പം കുരുട്ടുബുദ്ധിയെങ്കിലും കിട്ടാതിരിക്കുമോ? സ്റ്റെല്ല ചുറ്റുമൊന്ന് നോക്കൂ, ബിനീഷ് ആവശ്യപ്പെട്ടു. എത്ര മനോഹരമാണ് ഇവിടം! എന്തെല്ലാം കാണാനും ആസ്വദിക്കാനുമുണ്ട്. ഇതുപോലൊരു ഗ്രീനറി വേറെ എവിടെ കാണാനാകും? എന്തിനാ സ്റ്റെല്ല വെറുതെ നമ്മൾ ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ച്? സുഹൃത്തെ, കേരളം മനോഹരമാണ്. വളരെ നല്ല മനുഷ്യരാണ് ഇവിടത്തെ. സ്വർഗം പോലൊരു സ്ഥലമാണിത്. ആരും കൊതിച്ചു പോകും ഇവിടെ ജീവിക്കാൻ. ഒക്കെ സത്യമാണ്. പക്ഷേ ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ മനസ്സ് സ്വസ്ഥമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അയാൾ മറുപടിയൊന്നും പറയാതെ അവരെ കൂട്ടി ബോട്ടിലേക്ക് നടന്നു. ഉച്ചയായതുകൊണ്ടായിരിക്കണം ബോട്ടിൽ തിരക്ക് കുറവായിരുന്നു. ഉള്ളിൽ കയറിയതും സ്റ്റെല്ല അവരെ വിട്ട് നേരെ മുൻപിൽ ബോട്ടിന്റെ അമരത്തോട് ചേർന്നൊരു സീറ്റിൽ ചെന്നിരുന്ന് തന്റെ മൊബൈൽ തുറന്ന് സുഹൃത്തുക്കളുടെ മെസ്സേജുകളിലൂടെ കണ്ണോടിച്ചു. അവളെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയാകണം ബിനീഷും അമ്മയും പുറകിൽ തന്നെ ഇരുന്നതേയുള്ളൂ. ബോട്ട് മുൻപോട്ട് നീങ്ങി തുടങ്ങി. വാട്സാപ്പിൽ ക്യാമറ ഓണാക്കി അവൾ തന്റെ സുന്ദരമായ പുഞ്ചിരി പകർത്തി ഒരു സെൽഫി എടുത്ത് മെറിൻ അയച്ചു കൊടുത്തു. വെയിറ്റ്, ഇനിയുമുണ്ട് ധാരാളം, അവൾ മെസ്സേജ് അയച്ചു. തുടർന്ന് അവൾ ചുറ്റുമുള്ള മനോഹര ദൃശ്യങ്ങൾ ഓരോന്നായി പകർത്താൻ തുടങ്ങി. ബോട്ടിന്റെ കുലുക്കത്തിൽ പലപ്പോഴും അവൾ കടിതെറ്റി. ഹേയ്! പെട്ടെന്നാണ് ആ ചെറുപ്പക്കാരൻ അവളുടെ ക്യാമറ ഫ്രെയിമിലേക്ക് കടന്നു വന്നത്. ഫോണിങ് തരൂ, ഞാൻ ഫോട്ടോ എടുത്തു തരാം. അയാൾ നിറഞ്ഞ പുഞ്ചിരിയോടെ കൈനീട്ടി. ഇറ്റ്സ് ഓക്കെ, അവൾ സംശയിച്ചു നിന്നു. ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് കുട്ടി, ഫോൺ തരൂ. അയാൾ വിടാൻ ഉദ്ദേശമില്ല. ഓക്കെ. അയാളുടെ മുഖത്തു നോക്കി ഒരു വട്ടം കൂടി നിരസിക്കാൻ അവൾക്കായില്ല. സുന്ദരനാണ് അയാൾ, അവൾ ശ്രദ്ധിച്ചു. ചെറുപ്പക്കാരൻ കഷ്ടിയൊരു 25 വയസ്സ് തോന്നിക്കും. മാന്യനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം. വളരെ വൃത്തിയായ വേഷവിധാനം. അയാൾക്ക് മുൻപിൽ പോസ് ചെയ്ത് നിന്നപ്പോൾ അവൾക്ക് നാണം വന്നു. ഒടുവിൽ ഫോൺ തിരിച്ചേൽപ്പിച്ച് അയാൾ തന്റെ സീറ്റിലേക്ക് മടങ്ങാനൊരുങ്ങിയപ്പോൾ, ഹേയ്, ഞാൻ സ്റ്റെല്ല ലെവിൻ ഫ്രം USA. നൈസ് ടു മീറ്റ് യു. അവൾ ഹസ്തദാനത്തിനായി കൈനീട്ടി. നൈസ് ടു മീറ്റ് യു സ്റ്റെല്ല. ഐ ആം ഡേവിഡ് ജോൺ. തന്റെ സീറ്റിലേക്ക് മടങ്ങിപ്പോയിരുന്ന ഡേവിഡിനെ സ്റ്റെല്ല സാകൂതം നോക്കി നിന്നു. 18-കാരിയാണവൾ. സുമുഖനായ ചെറുപ്പക്കാരനോട് ഒരു ആകർഷണം തോന്നിപ്പോയത് സ്വാഭാവികം. പക്ഷേ അയാൾ അവളെ ശ്രദ്ധിക്കാതെ തന്റെ ഫോണിൽ ആരെയോ ഡയൽ ചെയ്യുകയായിരുന്നു. അവളുടെ മുഖത്തൊരു കുസൃതി ചിരി വിടർന്നു. എന്നാൽ അവൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഡേവിഡിനും മനസ്സിലായിരുന്നു. കൺകോണിലൂടെ അവളുടെ നോട്ടം അയാളും ആസ്വദിച്ചു. ഒടുവിൽ ഡേവിഡ് ഫോൺ പോക്കറ്റിൽ വെച്ചതും സ്റ്റെല്ല അയാളെ തട്ടി വിളിച്ചു. ഞാനിവിടെ അടുത്തിരുന്നോട്ടെ, നമുക്കെന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ഷുവർ. അയാൾ പുഞ്ചിരിയോടെ അവൾക്കായി ഒതുങ്ങിക്കൊടുത്തു. പക്ഷേ അധിക സമയമില്ല കേട്ടോ സംസാരിക്കാൻ, നമ്മളിതാ ഇറങ്ങാറായി. അവൾ ഉത്സാഹത്തോടെ അയാൾക്കരികിലിരുന്നു. എനിക്ക് കേരളം വല്ലാതെ ഇഷ്ടമായി കേട്ടോ. വളരെ സുരക്ഷിതമാണ് ഇവിടം. ആരുടെ മുഖത്ത് നോക്കിയാലും ഒരു സൗഹൃദ പുഞ്ചിരിയുണ്ട്. എൻ്റെ നാട്ടിലെ പോലെയൊന്നുമല്ല. സ്റ്റെല്ല സ്റ്റേറ്റ്സിൽ എവിടെ നിന്നാ? ന്യൂ ഓർലാൻഡ്, ലൂസിയാന. ഡേവിഡ് ഇവിടെ അടുത്ത് തന്നെയാണോ താമസം? അല്ല, ഞാൻ ബോംബെ നിവാസിയാണ്. പക്ഷേ ജനിച്ചതും വളർന്നതും കേരളത്തിലാണ്. ഇടയ്ക്കിടെ ഞാനിവിടെ വരും, പഴയ ഓർമ്മകളൊക്കെ പുതുക്കാൻ. ആഹാ, അതുപോട്ടെ. ഞാൻ പേഴ്സണലായി ഒരു കാര്യം ചോദിച്ചട്ടെ? ചോദിച്ചോളൂ. ഡേവിഡ് സിംഗിൾ ആണോ? ആണെങ്കിൽ? അയാളുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ നാട്ടിൽ ഇതൊക്കെ ആൺകുട്ടികൾ പെൺകുട്ടികളോടാ ചോദിക്കുക. എന്ത്? എനിക്ക് നിങ്ങളെ കൂടുതൽ പരിചയപ്പെടണമെന്നുണ്ട്.
നമുക്കൊരുമിച്ചൊരു കോഫി കുടിച്ചാലോ? നമ്മൾ ബോട്ടിൽ കയറി ആ സ്ഥലത്ത് ഞാനൊരു കൊച്ച് ക്യൂട്ട് കോഫി ഷോപ്പ് കണ്ടിരുന്നു. സ്റ്റെല്ല തനിച്ചാണോ ഇന്ത്യയിൽ? അല്ല, അമ്മയുണ്ട്, പുറകിലിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ മാറിപ്പോയാൽ അപ്പോൾ അമ്മ ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ല, ഒരു കോഫി കുടിക്കാൻ എത്ര സമയം വേണം? അമ്മയും ഞങ്ങളുടെ ഗൈഡ് മിസ്റ്റർ ബിനീഷും കൂടി ഒന്ന് കറങ്ങി വരട്ടെ. ഡേവിഡ് അവളുടെ ഓമനത്വമുള്ള മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഒരു നിമിഷമിരുന്നു. ഇതാദ്യമായാണ് ഒരു ഇര തന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സ്റ്റെല്ല, നീ വളരെ വളരെ ചെറുപ്പമാണ്. എത്ര വയസ്സായി നിനക്ക്? വെൽ, പ്രായപൂർത്തിയായിട്ടുണ്ട്, അതറിഞ്ഞാൽ പോരെ? അവൾ പൊട്ടിച്ചിരിച്ചു. സ്റ്റെല്ല, പുറകിൽ നിന്നും ബിനീഷിന്റെ വിളി കേട്ടു. നമുക്കിറങ്ങാറായി. ബോട്ട് ഫോർട്ട് കൊച്ചി ജെട്ടിയിലെത്തിയിരുന്നു. വെളിയിൽ ഇറങ്ങിയതും സ്റ്റെല്ല ഡേവിഡിനെയും കൂട്ടി അമ്മയ്ക്കരികിലെത്തി. ഇത് ഡേവിഡ്, ബോട്ടിൽ വെച്ച് കിട്ടിയതാ. അവൾ പുഞ്ചിരിച്ചു. മാർഗരറ്റ് അയാളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഹസ്തദാനം നടത്തി. ഡേവിഡ് എന്തു ചെയ്യുന്നു? ഷെയർ ബ്രോക്കറാണ് മാം. വളരെ വിനയത്തോടെയായിരുന്നു അയാളുടെ മറുപടി. വാവ്, ഒരു ഷെയർ ബ്രോക്കറാകാനുള്ള പ്രായം തോന്നുന്നില്ലല്ലോ കണ്ടിട്ട്. അതൊക്കെ വിട്. സ്റ്റെല്ല ഇടയ്ക്ക് കയറി. തിരിച്ചു എന്നിട്ട് ഞാനും ഡേവിഡും കൂടി ഒരു കാപ്പി കുടിക്കാൻ പോകുന്നു. നിങ്ങൾ രണ്ടാളും ഒന്ന് കറങ്ങിയിട്ട് വാ. ഒരു മിനിറ്റ് സ്റ്റെല്ല, ഒന്ന് വരൂ പ്ലീസ്. ബിനീഷാണ് അത് പറഞ്ഞത്. അയാൾ അവളെ കൈ പിടിച്ച് വലിച്ചു മാറ്റി നിർത്തി. എൻ്റെ കൈ വേദനിക്കുന്നു മിസ്റ്റർ ബിനീഷ്. എന്താ തനിക്ക് വേണ്ടത്? സ്റ്റെല്ല ആരുടെയും കൂടെ എങ്ങോട്ടും പോകുന്നില്ല, മനസ്സിലായോ? അതീവ ഗൗരവത്തിലായിരുന്നു അയാൾ. താനാണോ അത് തീരുമാനിക്കുന്നത്? അവൾ അയാളുടെ കൈ കുടഞ്ഞു തെറിപ്പിച്ചു. ആരാണെന്നാ തൻ്റെ വിചാരം? ഏൽപ്പിച്ച പണിയെടുത്താൽ മതി, കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട കേട്ടോ. അതേ നാണയത്തിൽ തന്നെ സ്റ്റെല്ല മറുപടിയും നൽകി. മിസ്റ്റർ വാൾട്ടർ, നിങ്ങളെ രണ്ടുപേരെയും എന്നെ ഏൽപ്പിച്ചാണ് പോയിരിക്കുന്നത്. എനിക്ക് നിങ്ങളെ സുരക്ഷിതരായി തിരിച്ചേൽപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോഴേക്കും മാർഗരറ്റും അവർക്കരികിലേക്കെത്തി. മോളെ, ബിനീഷ് പറയുന്ന കേൾക്ക്. പരിചയമില്ലാത്ത സ്ഥലമാണ്. പിന്നെ ഞാൻ അയാളുടെ കൂടെ പോയി ഒരു കാപ്പി കുടിച്ചാൽ അയാൾ എന്നെ പിടിച്ചു തിന്നും. കൊച്ചു കുട്ടിയൊന്നുമല്ല ഞാൻ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്, എൻ്റെ കഴുത്തിലൊരു ബെൽറ്റും കെട്ടി അതും പിടിച്ച് നടക്ക്. രൂക്ഷസ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റെല്ല തിരിഞ്ഞു നടന്നു. കോൾ ഹിം, മാർഗരറ്റ് ബിനീഷിനോട് ആവശ്യപ്പെട്ടു. ബിനീഷ് അപ്പോഴേക്കും വാൾട്ടറിനെ ഡയൽ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. വാൾട്ടർ. എന്താ ബിനീഷ്, എല്ലാം ഓക്കെ അല്ലേ? ബിനീഷിന്റെ സ്വരത്തിൽ നിന്ന് തന്നെ വാൾട്ടർ പന്തികേട് മനസ്സിലാക്കി. നോക്കൂ വാൾട്ടർ, ഞാൻ നിങ്ങളുടെ ബേബി സിറ്റർ അല്ല. ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ വിളിച്ചത് മിൽട്ടനെ കണ്ടുപിടിക്കാനാണ്. ഈ പിള്ളേരെ നോട്ടം എനിക്ക് പറ്റുന്ന പണിയല്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ മോൾ സ്റ്റെല്ല. അവൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? അവൾ ഒരു പയ്യനെ കണ്ട് പരിചയപ്പെട്ട് അവൻ്റെ കൂടെ കറങ്ങാൻ പോകുവാണെന്ന്. വാട്ട്? ഏത് പയ്യൻ? ഐ ഡോണ്ട് നോ. ഏതോ ഒരു ഡേവിഡ്. ഇപ്പോൾ 10 മിനിറ്റ് മുമ്പ് ബോട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാ. നോ ഫക്ക് വേ. നീ അനുവദിക്കരുത്. ഞാനിതാ വരുന്നു. നിനക്കെങ്ങനെ പെട്ടെന്ന് വരാനാകും? ഞങ്ങളിപ്പോൾ ഫോർട്ട് കൊച്ചിയില്ല, ബോട്ടിൽ വരണം. ഞാൻ അവളോട് ഒന്നുകൂടി സംസാരിച്ചോട്ടെ പ്ലീസ്. വാൾട്ടർ. ബിനീഷിന്റെ സ്വരം പെട്ടെന്ന് മാറി. സ്റ്റെല്ലയെ കാണുന്നില്ല. വാട്ട് ദ ഡിഡ് യു ജസ്റ്റ് സേ ബിനീഷ്? വാൾട്ടറിന്റെ അലർച്ചയിൽ ബിനീഷിന്റെ ഹൃദയം ഒരു സെക്കൻഡ് നേരത്തേക്ക് നിലച്ചുപോയി. 1 മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ, ഇപ്പോൾ തിരിച്ചു വിളിക്കാം. അയാൾ ഫോൺ കട്ട് ചെയ്ത് സ്റ്റെല്ല പോയ ദിശയിലോടി. 2 മിനിറ്റിനുള്ളിൽ ആ പ്രദേശമാകെ അയാൾ അരിച്ചു പെറുക്കി. ഒടുവിൽ വിയർത്തൊലിച്ച ശരീരവുമായി മാർഗരറ്റിനരികിൽ തിരിച്ചെത്തിയ അയാൾ തളർന്ന് ഒരു ബെഞ്ചിലേക്കിരുന്നു. പോയി, അവർ രണ്ടാളെയും കാണാനില്ല. എനിക്ക് തോന്നുന്നത് അവർ ടൗണിലേക്ക് ഇറങ്ങിയെന്നാണ്. അവളുടെ ഫോണിലേക്കൊന്ന് വിളിക്കൂ പ്ലീസ്. മാർഗരറ്റ് നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ആത്മകഥമെന്നോണം അയാൾ പറയുന്നുണ്ടായിരുന്നു. നിന്റെ ഭർത്താവിനെ പരിചയപ്പെട്ട അന്ന് ഞാൻ കരുതിയതാ എൻ്റെ അന്ത്യം മിക്കവാറും അയാളുടെ കൈകൊണ്ടായിരിക്കുമെന്ന്. എത്ര അപകടകാരിയാണ് അയാൾ എന്നൊരു പക്ഷേ നിങ്ങൾക്ക് പോലും അറിയില്ലായിരിക്കും. നീ ആ പയ്യനെ മുൻപ് കണ്ടിട്ടുണ്ടോ? അക്ഷോഭ്യയായിരുന്നു മാർഗരറ്റ്. ഇല്ല. ഹലോ അമ്മ. ഫോണിൽ സ്റ്റെല്ലയുടെ സ്വരം കേട്ടു. എവിടെയാ സ്റ്റെല്ല നീ? മാർഗരറ്റിൻ്റെ സ്വരം ശാന്തമായിരുന്നു. ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്. നിങ്ങൾ എന്നെ നോക്കണ്ട. എൻജോയ് യുവർ ട്രിപ്പ് അമ്മ. കുറച്ചു കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അതാ അവൾ. ബിനീഷ് ചാടി എഴുന്നേറ്റു. വൈപ്പിനിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ബോട്ടിലിരുന്ന് അവരെ നോക്കി വിജയീഭാവത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ. സ്റ്റെല്ല! അയാൾ അലറിക്കൊണ്ട് ആ ബോട്ടിന് നേരെ കുതിച്ചു. പക്ഷേ വൈകിപ്പോയിരുന്നു. ബോട്ട് നീങ്ങി തുടങ്ങി. ഹേ ബിനീഷ്! അവൾ അയാളെ നോക്കി കൈവീശിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഓട്ടം നിർത്തി ബിനീഷ് അവളെ നോക്കിയ നിമിഷം അവൾ തന്റെ നടുവിരൽ ഉയർത്തി കാണിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബോട്ടിനുള്ളിലേക്ക് വലിഞ്ഞു. എന്ത് മണ്ടത്തരമാണ് എൻ്റെ കുട്ടി നീ കാണിച്ചത്? ആ പാവം പയ്യനെയും നീ അപകടത്തിൽ ചാടിക്കുകയാണോ?
മാർഗരറ്റ് പിറുപിറുത്തുകൊണ്ട് ബോട്ട് ജെട്ടിയിലെ കൈവിരിയിൽ പിടിച്ചു നിന്നു. മാഗി! ബിനീഷ് പതിയെ അവർക്കരികിലേക്ക് നടന്നു വന്നു. ഞാനിനി നാട് വിടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വാൾട്ടറെ പേടിച്ചിട്ടാണെങ്കിൽ നീ എങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം ബിനീഷ്? എന്നോട് അയാൾ പലവട്ടം പറഞ്ഞതാണ് സ്റ്റെല്ലയെ ശ്രദ്ധിക്കണം, അവൾക്കൊന്നും സംഭവിക്കാതെ നോക്കണമെന്നൊക്കെ. നീ പേടിക്കാതിരിക്കൂ. സ്റ്റെല്ല മുതിർന്നിരിക്കുന്നു. അവൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ പ്രാപ്തയാണെന്നല്ലേ അവൾ കരുതുന്നത്. ആയിക്കോട്ടെ, അടുത്ത ബോട്ട് എപ്പോഴാണെന്ന് ചോദിക്കൂ. 10 മിനിറ്റ് ആകും. ഓക്കെ, നമുക്ക് അക്കരെ ചെന്നിട്ട് അവളെ ഒന്നുകൂടി വിളിക്കാം. പേടിച്ചിട്ടെന്ത് കാര്യം? തൽക്കാലം അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. അവൾക്കൊരുത്തനെ ഇഷ്ടമായി. അവനോടൊപ്പം ഒരു ഡേറ്റ്, അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അവളിവിടെ ഒരാളെ കണ്ടുപിടിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നാട്ടിൽ ആരെയും വിശ്വസിക്കാനാകില്ല. വാൾട്ടറിന് എല്ലായിടത്തും ശത്രുക്കളാണ്. എനിക്കറിയില്ല മാഗി, സംതിങ് ഈസ് റോങ്. ബിനീഷ് നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. ആ സമയം ബോട്ടിൽ, എനിക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടാകും അല്ലേ ഡേവിഡ്? സ്റ്റെല്ലയുടെ മുഖത്ത് ഒരു കുസൃതി ചിരി നിറഞ്ഞു നിന്നിരുന്നു. നീ ടീനേജ് അല്ലേ, അല്പം വട്ടൊക്കെ സ്വാഭാവികം. അയാളുടെ നോട്ടത്തിൽ സഹാനുഭൂതിയായിരുന്നു. വേറൊന്നുമല്ല ഡേവിഡ്, ആ മനുഷ്യൻ ബിനീഷ്, അയാളാണ് എന്നെ ചൊടിപ്പിച്ചത്. ഞാൻ എങ്ങോട്ടും പോകാൻ അയാൾ സമ്മതിക്കില്ലത്രേ. അയാളാരാ അത് തീരുമാനിക്കാൻ? ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഞാനിനി എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുമോന്നാ എൻ്റെ പേടി. ഫോറിനറെ തട്ടിക്കൊണ്ടുപോയെന്നോ മറ്റോ. അയാൾ ചിരിച്ചു. അതോർത്ത് പേടിക്കണ്ട, നമുക്കോരോ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സംസാരിച്ച് ഈ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഞാൻ മമ്മയെ വിളിച്ച് കാര്യങ്ങൾ സോൾവ് ആക്കിക്കൊള്ളാം. സ്റ്റെല്ലയുടെ ഇഷ്ടം. നിന്നെപ്പോലൊരു സുന്ദരിക്കുട്ടി വന്ന് വിളിച്ചിട്ട് വരാതിരുന്നാൽ എന്നെപ്പറ്റി നീ എന്ത് കരുതും? അയാൾ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു. ബോട്ട് അക്കരെ എത്തിയതും അവർ തിടുക്കത്തിൽ വെളിയിലിറങ്ങി. അതാ ആ കോഫി ഷോപ്പാണ് ഞാൻ പറഞ്ഞത്, അവൾ ചൂണ്ടിക്കാട്ടി. സ്റ്റെല്ല. ഡേവിഡ് നിന്നു. എന്താ, പേടിയായോ അപ്പോഴേക്കും? സ്റ്റെല്ല തിരിഞ്ഞു. അവർ, നിന്റെ മമ്മയും ആ മറ്റേയാളും ഉടൻ തന്നെ ഇവിടെ എത്തും. 10 മിനിറ്റ് ഇടപെട്ട് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് മറ്റെവിടെയെങ്കിലും പോയാലോ? കുറച്ചു ദൂരെ. അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനാവാത്ത വേറെ എവിടെയെങ്കിലും. പിന്നെ കോഫി ആക്കണ്ട, ഇത് ലഞ്ച് ടൈം ആണല്ലോ. നമുക്ക് ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോകാം. എനിക്ക് പരിചയമുള്ള നല്ല സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളുണ്ട്. എന്തു പറയുന്നു? ശരിയാ, ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ഫോണിൽ വിളിക്കാമല്ലോ. പോയി കളയാം. അയാൾ വിശ്വാസം വരാത്തവണ്ണം താടിക്ക് കൈ കൊടുത്തു നിന്നു. എന്താ, ചുമ്മാ എന്നെ ടെസ്റ്റ് ചെയ്തതാ? നിനക്കെങ്ങനെ എന്നെ വിശ്വസിക്കാൻ കഴിയുന്നു പെൺകുട്ടി? മാക്സിമം അരമണിക്കൂർ മുൻപ് മാത്രം പരിചയപ്പെട്ട എന്നെ. ഇയാളെന്നെ വീട്ടിലേക്കോ ഹോട്ടൽ മുറിയിലേക്കോ ഒന്നുമല്ലല്ലോ വിളിച്ചത്. ഒരു ലഞ്ചല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഡേറ്റിംഗ് എന്ന് പറയും. ഇവിടെ ആ പരിപാടി ഇല്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ഡേവിഡ് പുഞ്ചിരിച്ചു. ലെറ്റ്സ് ഗോ ദെൻ. അയാൾ തൻ്റെ കാർ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് നടന്നു. സ്റ്റെല്ലയ്ക്ക് തൻ്റെ ശരീരം ആസകലം വരിഞ്ഞു മുറുകിക്കിടുന്ന 1000 ചങ്ങലകൾ ഒന്നിച്ച് പൊട്ടിച്ചെറിഞ്ഞ സന്തോഷമായിരുന്നു. അയാളുടെ കൈ പിടിച്ച് അതിലെ ഓടാൻ അവൾക്ക് തോന്നി. പക്ഷേ ഡേവിഡ് വളരെ മാന്യമായിട്ടാണ് ഇതുവരെ ഇടപെട്ടത്. അയാൾക്കൊരുപക്ഷെ ശരീരത്ത് തൊടാനൊക്കെ സങ്കോചം കാണുമെന്നവൾ കരുതി. അമേരിക്ക പോലെ അത്ര ഓപ്പൺ അല്ല ഇവിടെ. അവൾ ഇടയ്ക്ക് തോളിൽ തട്ടിയപ്പോഴൊക്കെ അയാൾ ഞെട്ടുന്നത് അവൾ കണ്ടതാണ്. അതെ, എനിക്ക് ബാർബിക്യൂ കഴിക്കാനാണ് തോന്നുന്നത്. സീ ഫുഡ് മറ്റൊരിക്കലാവാം. അവൾ പതിയെ അവനോട് ചേർന്ന് നടക്കാൻ തുടങ്ങി. വെരി ഗുഡ്, ബാർബിക്യൂ നേഷനിലേക്ക് തന്നെ പോകാം. കുറച്ച് ദൂരെയാണ്, പക്ഷേ നല്ല ഭക്ഷണം. ഡേവിഡ് തൻ്റെ BMW X2 പുറത്തുനിന്നുകൊണ്ട് തന്നെ റിമോട്ട് ഉപയോഗിച്ച് സ്റ്റാർട്ടാക്കി. സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കർമാർക്ക് ധാരാളം കാശുണ്ടല്ലേ? അവൾക്ക് വീണ്ടും ആ കുസൃതിച്ചിരി. ഒത്തിരിയൊന്നുമില്ല, പക്ഷേ ഈ സുന്ദരിക്കുട്ടിക്ക് ഒരു നേരം ലഞ്ച് വാങ്ങി കൊടുക്കാനൊക്കെയുള്ള കാശുണ്ട്. വാ, കേറ്. അയാൾ ഡോർ തുറന്നു കൊടുത്തു. അവൾ അകത്ത് കടന്ന് ഡോർ അടച്ചതും അയാൾ വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. എത്ര എളുപ്പത്തിലാണ് ഇത് നടന്നത്. താൻ ഇതുവരെ ഏറ്റ ജോലികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പീസ് ഓഫ് കേക്കായി തോന്നി അയാൾക്ക്. ആരെ തട്ടിക്കൊണ്ടു പോരണമെന്ന് കരുതിയോ അവളിതാ സ്വമേധയാ തൻ്റെ കാറിനുള്ളിൽ കയറിയിരിക്കുന്നു. ബലപ്രയോഗം വേണ്ട, അല്ലാതെ തന്നെ അവളെ തൻ്റെ വരുതിയിൽ നിർത്താനാകും. അയാൾ കണക്ക് കൂട്ടി. അവൾ കാറിനകത്ത് കയറുമ്പോൾ സ്റ്റെല്ല വീണ്ടും അമ്മയുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി നമുക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് കാണാം. ഗുഡ് ബൈ. അവൾ ഫോൺ കട്ട് ചെയ്ത് സൈലന്റ് മോഡിലേക്കിട്ടു. ഏതാണ്ട് 20 മിനിറ്റുകൾ ഡ്രൈവ് ചെയ്ത ശേഷം അവർ ആ റെസ്റ്റോറൻറ്റിലെത്തി. ഗ്രീറ്റ് ചെയ്യാൻ നിന്നയാൾ അവരെ ഒരു ടേബിളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രിന്റ് ഗ്ലാസ് കൊണ്ട് മറച്ച ഒരു ഇരുണ്ട മൂലയിൽ അവരെ കൊണ്ടിരുത്തിയ ശേഷം അയാൾ അവരോട് ഇവിടുത്തെ ഭക്ഷണ രീതികൾ വിശദീകരിച്ചു. ടേബിളിൽ ഒരു ചെറിയ ഫ്ലാഗ് ഉണ്ട്.
അതിൽ ഞാൻ കീഴടങ്ങുന്നു എന്നെഴുതിയിരിക്കുന്നു. ആ ഫ്ലാഗ് ഉയർത്തും വരെ നമുക്കവർ ഭക്ഷണം വിളമ്പിക്കൊണ്ടേയിരിക്കും. ചിക്കനും മട്ടനും കൊഞ്ചും എല്ലാം ബാർബിക്യൂ ചെയ്തത്. ഗ്രീറ്റർ പോയതും പെട്ടെന്ന് സ്റ്റെല്ലയുടെ മുഖം മാറി. അവൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റെസ്റ്റോറൻറ്റിൽ പ്രൊഫസർ ലർക്കിനുമായി ചെന്നിരുന്നത് ഓർമ്മ വന്നു. എന്തു പറ്റി സ്റ്റെല്ല? അവളുടെ ഭാവമാറ്റം കണ്ട് ഡേവിഡ് അമ്പരന്നു. ദൈവമേ, ഞാൻ കാരണം ഒരുപക്ഷെ ഈ പാവം ചെറുപ്പക്കാരനും പ്രൊഫസറെ പോലെ. അവൾ അപ്പോഴാണ് ഭീകരമായ ആ സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചത്. കമോൺ സ്റ്റെല്ല, വാട്ട് ഹാപ്പൻ? എൻ്റെ പപ്പയ്ക്ക് എന്തു പറ്റി? പപ്പ വളരെ അപകടകാരിയായ ഒരു മനുഷ്യനാണ്. അതൊക്കെ വിടൂ, നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യാം. വെറുതെ ഇപ്പോഴേ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഐ തിങ്ക് ഹി വിൽ കിൽ യു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം നിന്നെ കൊന്നുകളയുമെന്നാണ്. വാട്ട്? നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്ന കുട്ടി? നമ്മൾ സന്തോഷമായിരുന്ന് സംസാരിക്കാനാണ് വന്നത്. വെറുതെ. സോറി ഡേവിഡ്, എൻ്റെ പാരൻസിനെ നിനക്കറിയാത്ത കൊണ്ടാ. എന്തെങ്കിലും മാർഗമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ അവരുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടേനെ. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം സ്റ്റെല്ല. ഭക്ഷണം കഴിക്കേ. ഇതെൻ്റെ നാടാ. ഇവിടെ ആരും വന്ന് ഒരു പ്രശ്നമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. അവൾ ഒന്നും മിണ്ടാതെ ഒരു കഷ്ണം ക്യാരറ്റ് മാത്രം എടുത്തു കടിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ? അയാളുടെ കണ്ണുകളിൽ കൗശല്യം തിളങ്ങി. നിനക്കെൻ്റെ കൂടെ വരണോ? കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കാൻ. നിന്റെ പപ്പയെ നമുക്കൊന്ന്. എവിടേക്ക് പോകും നമ്മൾ? എന്നെ അത്രയ്ക്കിഷ്ടമായോ ഡേവിഡിന്? എനിക്ക് വേണ്ടി അത്ര വലിയ റിസ്ക്കൊക്കെ എടുക്കാൻ? സ്റ്റെല്ല, അവളോട് ഒരു കാര്യമെങ്കിലും സത്യം പറയണം എന്നയാൾക്ക് തോന്നി. ഈ പാവം കുട്ടിയെ വിഷമിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ ആവശ്യവുമില്ല. റൊമാൻറ്റിക്കായി കുട്ടിയോട് എനിക്കൊരടുപ്പം തോന്നുന്നുവെന്ന് കരുതരുത്. കാരണം ഊഹിക്കാമല്ലോ, യു ആർ സോ യങ്. ഒരു കുഞ്ഞനിയത്തെ പോലെ. സി, നിങ്ങളെന്നെ പ്രേമിക്കാനൊന്നുമല്ല ഞാൻ കൂടെ വന്നത്. ജസ്റ്റ് ഒരല്പം നല്ല സമയം ചിലവഴിക്കാൻ. അത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. നിങ്ങളൊരു ഡീസൻറ്റ് ജെന്റിൽമാനാണെന്ന് എനിക്ക് കണ്ട നിമിഷം തന്നെ മനസ്സിലായതാണ്. ഈ ജോലി ഏറ്റെടുക്കാൻ തോന്നിയ നിമിഷത്തെ അയാൾ ശപിച്ചു. അവളോടയാൾ പറഞ്ഞത് സത്യമായിരുന്നു. ഇങ്ങനൊരു പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കേണ്ടി വരുന്നതിൽ അയാൾ സ്വയം പഴിച്ചു. പക്ഷേ ഒരു ജോലി ഏറ്റെടുത്താൽ അത് ഭംഗിയായി തീർക്കണം. ഒരു മിനിറ്റ് സ്റ്റെല്ല, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. അയാൾ എഴുന്നേറ്റു. സ്റ്റെല്ല അത് കേട്ട മട്ടില്ല. വളരെ സംഘർഷഭരിതമായിരുന്നു അവളുടെ മുഖം. ആ റെസ്റ്റോറൻറ്റിൽ തന്നെ പുറത്തൊരു ടെറസ് ഗാർഡൻ ഉണ്ടായിരുന്നു. അവിടേക്കിറങ്ങിയ ഡേവിഡ് മിൽട്ടൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, ഡേവിഡാണ്. ആ ഡേവിഡ്, ഞാൻ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം, ഗുഡ് ന്യൂസ് മാത്രമാണെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം ഇപ്പോൾ തന്നെ ഒരു ബാഡ് ന്യൂസ് കേട്ട ഞാൻ ആകെ ടെൻഷനിലിരിക്കുകയാണ്. മിൽട്ടൺ സാമാന്യം നന്നായി മദ്യപിച്ചിരിക്കുന്നു എന്നയാൾക്ക് മനസ്സിലായി. ഗുഡ് ന്യൂസ് തന്നെയാണ് മിസ്റ്റർ മിൽട്ടൺ. ആപ്പിൾ ഈസ് ഇൻ ദ ബാസ്ക്കറ്റ്. ഇനി എന്താ വേണ്ടതെന്ന് പറയുക. വളരെ സൂക്ഷിച്ച് മാത്രം സംസാരിക്കണം. മേ ബി താങ്കളുടെ ഫോൺ പോലീസ് ട്രേസ് ചെയ്യുന്നുണ്ടാകും. റിയലി? വാവ്, എങ്ങനെ സാധിച്ചടോ ഇത്ര പെട്ടെന്ന്? ഇടത്തറ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല. താനൊരു സംഭവം തന്നെ. മിസ്റ്റർ മിൽട്ടൺ, ഇനി എന്താണെന്ന് പറയൂ. അവളെ വളരെ ദൂരേക്ക് എവിടെയെങ്കിലും മാറ്റുക. ജസ്റ്റ് ഒരു 2 ദിവസത്തേക്ക്, അത്രമാത്രം. എനിക്ക് അവളുടെ പപ്പയുമായി ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കണം. അതിനുള്ള ഗ്യാപ്പ് തന്നാൽ മതി. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അയാൾ വളരെ അപകടകാരിയാണെന്നാണ് ഈ കുട്ടി പറയുന്നത്. എന്താ സംഭവം? എത്രമാത്രം അപകടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്? എനിക്ക് അതിനനുസരിച്ച് കരുതിയിരിക്കാനാ. വെൽ, മിൽട്ടൺ ഒന്നു മടിച്ചു. ഞാൻ മിസ്റ്റർ എടത്തറയോട് എല്ലാം പറഞ്ഞിരുന്നു. എത്രമാത്രം റിസ്ക്കാണിതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ താങ്കൾ ഇത് ഏറ്റെടുത്തത്? തനിക്ക് വൂഡു എന്നൊരു ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് അറിയാമോ? സീരിയസ് ആയിട്ട് സംസാരിക്കും മിൽട്ടൺ. തനിക്കിതൊരു തമാശയായിരിക്കും. പക്ഷേ എനിക്കെൻ്റെ ജീവൻ സുരക്ഷ നോക്കിയേ ഒക്കൂ. ടെൽ മീ, ഹൗ ഡേഞ്ചറസ് ഈസ് ദിസ് വാൾട്ടൻ ലെവിൻ? പറയൂ, എത്രമാത്രം അപകടകാരിയാണ് ഈ വാൾട്ടർ ലെവിൻ? ഹീ ഈസ് ഗോയിങ് ടു കിൽ യു മാൻ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, അൺലെസ് ഐ മീറ്റ് ഹിം ഫസ്റ്റ്. നിന്നെ അയാൾ കൊല്ലും, അതുറപ്പാണ്. അതിനു മുമ്പ് എനിക്ക് അയാളെ കാണാനായില്ലെങ്കിൽ. തനിക്കറിയുമോ, ഈ പെൺകുട്ടിയും ഇത്തിരി മുൻപ് ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അയാൾ എന്നെ കൊല്ലുമെന്ന്. ആരാണീ മനുഷ്യൻ? എന്താ അയാളുടെ ഡീൽ? ഡേവിഡ്, തൊട്ടുപുറകിൽ നിന്ന ശബ്ദം കേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സ്റ്റെല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പോയിരുന്ന് ഭക്ഷണം കഴിക്കൂ. ഞാൻ ഇപ്പോൾ വരാം. ഒരു അർജന്റ് ബിസിനസ് മാറ്ററാണ്. മതിയാക്ക് നിന്റെ നല്ല പിള്ള ചമയൽ. എല്ലാം ഞാൻ കേട്ടു. എൻ്റെ പപ്പയെപ്പറ്റിയല്ലേ നിനക്കറിയേണ്ടത്? എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം എൻ്റെ പപ്പയാരെന്നും നീ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്നും. ദേഷ്യം കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു.